വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരായ മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതിക്കെതിരെ പരാമർശം നടത്തി സർക്കാർ അഭിഭാഷകൻ. എങ്ങനെ ധൈര്യമുണ്ടായി സംസാരിക്കാനെന്ന് കോടതി. ഒടുവിൽ പരാമർശം പിൻവലിച്ച് സർക്കാർ. പറ്റുമ്പോൾ പെൻഷൻ കൊടുക്കാമെന്ന സർക്കാർ നിലപാട് നിർഭാഗ്യകരമെന്ന് കോടതി നിരീക്ഷിച്ചു. മറിയക്കുട്ടിയെപ്പോലെയുള്ളവർ ദുരിതത്തിൽ കഴിയുമ്പോൾ താൻ ക്രിസ്തുമസ് ആഘോഷിക്കില്ലെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരായ മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കവേ വാക്കാൽ താൻ പറയുന്ന ചില പരാമർശങ്ങൾ സർക്കാരിനെതിരായ രീതിയിൽ ഉത്തരവിലടക്കം ചൂണ്ടിക്കാട്ടുന്നുവെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അഭിഭാഷകൻ ഹൈക്കോടതിക്ക് നേരെ ക്ഷുഭിതനായത്. ഇത്തരത്തിൽ സംസാരിക്കാൻ എങ്ങനെ ധൈര്യം വന്നുവെന്ന് ചോദിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരാമർശം വ്യക്തമാക്കണമെന്നും പിൻവലിക്കാത്ത പക്ഷം രേഖപ്പെടുത്തുമെന്നും സർക്കാർ അഭിഭാഷകന് മുന്നറിയിപ്പ് നൽകി. ഒടുവിൽ സർക്കാർ അഭിഭാഷകൻ പരാമർശം പിൻവലിച്ചു. വിധവാ പെൻഷൻ നിയമാനുസൃത പെൻഷൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതല്ലെന്നും ഫണ്ടിന്റെ പര്യാപ്തതയ്ക്കനുസരിച്ചാണ് നൽകുന്നതെന്നുമായിരുന്നു സർക്കാർ വാദം. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് ആവർത്തിച്ച സർക്കാർ മറിയക്കുട്ടിക്ക് മാത്രമായി പെൻഷൻ നൽകാനാകില്ലെന്നും 45 ലക്ഷത്തോളം ആളുകൾക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ടെന്നും ചെറിയ തുകയായിട്ട് കൂടി കേന്ദ്ര സർക്കാർ വിഹിതം നൽകിയില്ലെന്നും വാദിച്ചു. പറ്റുമ്പോൾ കൊടുക്കാമെന്ന സർക്കാർ നിലപാട് നിർഭാഗ്യകരമാണെന്നും രാഷ്ട്രീയ പ്രേരിതമെന്ന പരാമർശം ഞെട്ടിപ്പിക്കുന്നുവെന്നും കോടതി കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യൂ എന്ന് വ്യക്തമാക്കിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കോടതിക്ക് വിഷയമല്ലെന്നും വാക്കാൽ പരാമർശം നടത്തി. അമിക്കസ് ക്യൂറിയെ വെച്ചേക്കാമെന്ന് ഒരു വേള പരാമർശം നടത്തിയ കോടതി മറിയക്കുട്ടിക്ക് DLSAയുടെ സഹായം ആവശ്യമെങ്കിൽ കോടതി അറിയിക്കാമെന്നും വ്യക്തമാക്കി. ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. മറിയക്കുട്ടിയെ പോലുള്ളവരുടെ സഹതാപം മാത്രമെന്നും താൻ ക്രിസ്മസ് ആഘോഷത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതായും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. പിതാവാണ് തന്നെ നയിക്കുന്നത്. ഉത്തരവുകൾ എഴുതാൻ ആരെയും ഭയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനം, കൊച്ചി.